പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് RGB മൊഡ്യൂളും പിക്സൽ മൊഡ്യൂളും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഈ കാണുന്നത് RGB മൊഡ്യൂളാണ്, ഈ കാണുന്നത് പിക്സൽ മൊഡ്യൂളാണ്. ഇതിനകത്ത് മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ വർക്കിങ്ങിലാണ്. ഈ RGB മൊഡ്യൂളിനകത്ത് ഫുൾ ലെങ്ത് കളർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും പിക്സൽ മൊഡ്യൂളിനകത്തേക്ക് കളർ റണ്ണിങ് ആയിട്ടുള്ള എഫക്റ്റാണ് വരുന്നത്. ഈ രണ്ട് LEDകളും കൺട്രോളർ ഉപയോഗിച്ച് മാത്രമേ വർക്കാവുള്ളൂ. RGB LEDയിൽ 4 വയർ വരുമ്പോഴേക്കും പിക്സൽ LEDയിൽ 3 വയർ മാത്രമാണ് വരുന്നത്. RGB LEDയിൽ ഓരോ കളറിനെയും ഓരോ നിറത്തിലുള്ള വയർ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും പിക്സൽ മൊഡ്യൂളിൽ വരുമ്പോൾ അതിനകത്ത് ഡേറ്റ എന്ന് പറയുന്ന സെൻട്രൽ വയറിലൂടെ പോകുന്ന ഡേറ്റയുടെ കൺട്രോളിലാണ് ഓരോ LEDയും ഏത് നിറത്തിൽ ഏത് ഡിസൈനിൽ എന്ത് സ്പീഡിൽ വർക്ക് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് ഒന്ന് കണ്ടിട്ട് ഒന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ RGB മൊഡ്യൂൾ ഇതേപോലെ ഉണ്ടാവും. അതിനകത്തുനിന്ന് 4 വയറാണ് കണക്ഷന് വേണ്ടി വരിക. യെല്ലോ വയർ കോമൺ ആണ്, അത് പോസിറ്റീവിലേക്കാണ് കൊടുക്കുക. റെഡ് വയർ റെഡ് കണക്ഷനിലേക്ക്, ഗ്രീനിലേക്ക്, ബ്ലൂവിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോളർ. ഇതിനകത്തൊരു റിമോട്ട് കൂടെ വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് ഈ RGB ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്രത്തോളം RGB ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൺട്രോളറിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുക. ഈ ഒരു രീതിയിൽ വരുന്ന ഈ ഒരു ലൈറ്റ് 1.2 വാട്ടാണ് ഇതിന് പവർ വരുന്നത്. ഈ പർട്ടിക്കുലർ ലൈറ്റ് ഹൈലൈറ്റ് ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. ഈ ഒരു ബ്രാൻഡ് വരുന്നത് ഹൈലൈറ്റ് തന്നെയാണ്. പിക്സൽ LED മൊഡ്യൂളാണ് ഇത് വരുന്നത്. ഇതിനകത്ത് ആരോ മാർക്ക് കാണുന്ന ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡേറ്റ ഫ്ലോ ചെയ്യുള്ളൂ. ഇതിനകത്ത് 3 വയറാണ് വരിക, പ്ലസ് മൈനസ് ഡേറ്റ. ഇതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കൺട്രോളർ ഈ കാണുന്ന ബ്ലൂടൂത്ത് കൺട്രോളർ. അതല്ലെന്നുണ്ടെങ്കിൽ പിക്സലിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു കൺട്രോളറും ഈ ഒരു പിക്സൽ മൊഡ്യൂളിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. 3 കണക്ഷനാണ് വരുന്നത്. അതിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 12 വോൾട്ട് ഡേറ്റ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് IC വരുന്നത് 2811 എന്ന് പറയുന്ന IC ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡേറ്റ കൺട്രോൾഡ് ആണ്. ഈ എൻഡിൽ നിന്ന് നമുക്ക് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിക്സൽ വർക്ക് ആവില്ല. ഈ എൻഡിൽ നിന്ന് തന്നെ കൊടുത്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. കാരണം ഡേറ്റ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതേസമയം നമ്മളുടെ RGB LED എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് എൻഡിൽ നിന്ന് വേണമെങ്കിലും ഇതിന് കണക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്ത് ഏതെങ്കിലും ഒരു LED പോയാലും ബാക്കിയുള്ള LEDകളെല്ലാം വർക്കാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ പിക്സൽ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇടയിൽ ഏതെങ്കിലും ഒരു LED പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ട് ഇത് ഇടയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഓഫ് ആവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഹൈലൈറ്റ് ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് പിക്സൽ മൊഡ്യൂൾസും നല്ല ക്വാളിറ്റി തന്നെയാണ്. RGB നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ഓഫായി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ലോക്കൽ ബ്രാൻഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള LED ലൈറ്റുകൾ, കൺട്രോളറുകൾ, പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് LED ബന്ധപ്പെട്ട പവർ സപ്ലൈകൾ, കൺട്രോളറുകൾ, SMPS അങ്ങനെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലം കുണ്ട്ര ആശുപത്രി മുക്കിൽ വന്നിട്ട് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കൊറിയറിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. കൊറിയറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന LED പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു, ബൈ.